അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ചിഞ്ചച്ചിലും മുത്തഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂണോളം തവിടെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 2 പട്ടി 3 ഏലയ്ക്ക് 3 ഗ്രാമ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഒരു പച്ചച്ചോവ മാറി കിട്ടണം കേട്ടോ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഏകദേശം നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 ടീസ്പൂണോളം ചേർത്തിട്ടുള്ളത്. ഇനി എരിവ് കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാവും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ പൊടികളെയൊക്കെ ഒരു പച്ചച്ചോവ ഒന്ന് മാറി കിട്ടണം കേട്ടോ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ മസാലയൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഉള്ളി അധികം വാടി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 750 ഗ്രാം ചിക്കൻ ചേർത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ സൈഡൊക്കെ എത്തക്ക വിധത്തിൽ തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അധികം ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ആ ചിക്കനിലുള്ള വെള്ളം തന്നെ മതിയാവും. ഇനി ഒന്ന് അടച്ച് വെച്ചുകൊണ്ട് ഒരു 5 മിനിറ്റും കൂടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ല, ചിക്കനൊക്കെ പാകത്തിന് വെന്ത് എണ്ണയൊക്കെ മുകളിലൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഉള്ളി അധികം വേവേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊറോട്ട ചപ്പാത്തി എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ എനിക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നമ്മളെ സാധാ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ചിഞ്ചച്ചിലും മുത്തഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.